മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പിറന്ന 1971 ബിയോണ്ട് ബോർഡേഴ്സ് പ്രദർശനത്തിന് എത്തി. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്തെ സംഭവ വികാസങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ 2 റോളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേണൽ മഹാദേവനായും അദ്ദേഹത്തിന്റെ അച്ഛൻ മേജർ സഹദേവനായും മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. ഈ ചിത്രം പ്രധാനമായും ഫോക്കസ് ചെയ്യപ്പെടുന്നത് മോഹൻലാൽ കഥാപാത്രത്തെയും അല്ലു സിരീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും അരുണോദയ് സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയുമാണ്. ഈ ചിത്രത്തിൽ പട്ടാൾക്കാരുടെ ജീവിതത്തിന്റെ 2 വശങ്ങളാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്. പാകിസ്ഥാനി ആർമി ഓഫീസറായി അരുണോദയ് സിംഗ് വളരെ മികച്ച കഥാപാത്രമായാണ് അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫറായ സുജിത് വാസുദേവ് ഒരു പ്രത്യേക പരാമർശത്തിന് തന്നെ അർഹനാകേണ്ടിയിരിക്കുന്നു. ഈ ചിത്രത്തിലെ ഓരോ ഫ്രെയിമുകളും യുദ്ധത്തിന്റെ അതേ ഫീലിംഗ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളിൽ ഒരു റിയൽ യുദ്ധത്തിന്റെ വിഷ്വൽസ് പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സെക്കൻഡ് ഹാഫിലെ യുദ്ധരംഗങ്ങൾ മലയാള സിനിമയെ ഞെട്ടിപ്പിക്കുന്നതാണ്. കൂടാതെ ക്ലൈമാക്സിൽ നജീം അർഷാദ് ചിട്ടപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഹിന്ദി ഗാനം പ്രേക്ഷകരെ ഇമോഷണൽ ഭാവത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്നതാണ്. എന്നിരുന്നാലും സാധാരണ മേജർ രവി ചിത്രങ്ങളെ പോലെ ചില സമയങ്ങളിൽ ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. മേജർ രവി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മെസ്സേജ് വ്യക്തമാണ് ഈ ചിത്രത്തിൽ. ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യുദ്ധരംഗങ്ങൾ തന്നെയാണ്. യുദ്ധരംഗങ്ങളിൽ മികച്ച പ്രകടനമാണ് മോഹൻലാൽ പുറത്തെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാവങ്ങളുടെ മാറ്റം ഓരോ പ്രേക്ഷകനിലേക്കും എത്തിക്കാൻ ഉതകുന്നതാണ്. കൂടാതെ മലയാള സിനിമയിൽ ആദ്യമായി ബാറ്റിൽ ടാങ്കുകൾ ഉപയോഗിച്ചതും കൂടാതെ ഈ ചിത്രത്തിന്റെ ബ്രില്യൻ സിനിമാറ്റോഗ്രാഫിയും അതുപോലെ തന്നെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങളാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകൾ അറിയാവുന്നവർക്ക് ചിത്രത്തിന്റെ മെസ്സേജ് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.